ഹലോ സ്റ്റുഡൻസ്, ലേണിംഗ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC പരീക്ഷയിൽ കുട്ടികൾ വളരെ ഭീതിയോടെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് കേരള ടുവേർഡ്സ് മോഡേണിറ്റി. അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം ക്ലാസ്സിലേക്ക്. പ്രധാനമായും ഈ ഭാഗത്തു നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പഴശ്ശി റിവോൾട്ട്. കേരളവർമ്മ പഴശ്ശിരാജ ഓഫ് കോട്ടയം റോയൽ ഫാമിലി ലെഡ് ദ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ മലബാർ. മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയ പ്രധാന വ്യക്തിയാണ് കേരളവർമ്മ പഴശ്ശിരാജ. ഇദ്ദേഹം കോട്ടയം രാജകുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. ആദ്യം ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും തമ്മിലുള്ള ബന്ധം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു. നോക്കാം. ദ ബ്രിട്ടീഷ് പ്രോമിസ്ഡ് പഴശ്ശി ദ റൈറ്റ് ടു കളക്ട് ടാക്സ് ഫ്രം കോട്ടയം റീജിയൻ ആസ് എ റിവാർഡ് ഫോർ ഹെൽപ്പിംഗ് ദം ഇൻ വാർ എഗെയിൻസ്റ്റ് മൈസൂർ. മൈസൂറും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആംഗ്ലോ മൈസൂർ വാർ എന്നൊക്കെ. ഈ മൈസൂർ വാറിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രത്യുപകാരമായി കോട്ടയം പ്രദേശത്തു നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരം നൽകാമെന്ന് ബ്രിട്ടീഷുകാർ പഴശ്ശിക്ക് വാക്കു നൽകി. എന്നാൽ ദ ബ്രിട്ടീഷ് റെഫ്യൂസ്ഡ് ടു കീപ് ദെയർ പ്രോമിസ് ആഫ്റ്റർ ദ ട്രയംഫ് ഇൻ ദി ബാറ്റിൽ. എന്നാൽ യുദ്ധത്തിൽ വിജയിച്ച ശേഷം ബ്രിട്ടീഷുകാർ കൊടുത്ത വാക്ക് പാലിച്ചില്ല. മോർ ഓവർ ദ ബ്രിട്ടീഷ് ക്ലെയിംഡ് ദെയർ ഡോമിനൻസ് ഓവർ വയനാട്. അതിനും ഉപരിയായി എന്ത് ചെയ്യുകയാണ്? വയനാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാനായി ശ്രമിക്കുകയും ചെയ്തു. അതോടുകൂടി പഴശ്ശിരാജ ഓർഗനൈസ്ഡ് ദ പീപ്പിൾ ആൻഡ് ഫോട്ട് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. പഴശ്ശി ജനങ്ങളെ സംഘടിപ്പിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തുകയും ചെയ്തു. ഹി അൺലീഷ്ഡ് ഗറില്ല വാർ എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. ഇതിൽ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന യുദ്ധമുറ എന്ന് പറയുന്നത് ഗറില്ല വാറായിരുന്നു, ഒളിപ്പോരായിരുന്നു അല്ലേ? ചെടികൾക്കിടയിലൊക്കെ മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്ന രീതിയായിരുന്നു അദ്ദേഹം പിന്തുടർന്നിരുന്നത്. അന്ന് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്ത ആളുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? വിത്ത് ദി ഹെൽപ്പ് ഓഫ് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, ഇടച്ചേന കുങ്കൻ നായർ ആൻഡ് തലയ്ക്കൽ ചന്തു, ദ ലീഡേഴ്സ് ഓഫ് ദി കുറിച്യാസ് in Wayanad. In the fight against the British, he assaulted his life on 30th November 1805. അന്ന് അദ്ദേഹത്തെ സഹായിച്ച വ്യക്തികളായിരുന്നു ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, ഇടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു തുടങ്ങിയ വ്യക്തികൾ. തലയ്ക്കൽ ചന്തു കുറിച്യരുടെ നേതാവാണ് അല്ലേ? ഇനി ഈ പോരാട്ടത്തിനൊടുവിൽ എന്താണ് സംഭവിച്ചത്? പഴശ്ശി വാസ് അസൾട്ടഡ് ഹിസ് ലൈഫ്. പഴശ്ശിരാജയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായി. ഓൺ 30th November 1805, 1805 നവംബർ 30 അദ്ദേഹം കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നതാണ് പ്രത്യേകത. ഇനി അടുത്തത് വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ഛനാണ്. വേലുത്തമ്പിയും പാലിയത്തച്ഛനും ആരായിരുന്നു? നമുക്ക് നോക്കാം. വേലുത്തമ്പിയും പാലിയത്തച്ഛനും ദിവാൻമാരായിരുന്നു അല്ലേ? ട്രാവൻകൂറിൻ്റെയും കൊച്ചിയുടെയും വളരെ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന രണ്ടാളുകളായിരുന്നു വേലുത്തമ്പിയും പാലിയത്തച്ഛനും. ഇവർ റിയാക്റ്റഡ് എഗെയിൻസ്റ്റ് ദ അൺകൺട്രോൾഡ് ഇൻ്റർവെൻഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻ ദി ഇൻറ്റേർണൽ അഫേഴ്സ് ഓഫ് ട്രാവൻകൂർ. ട്രാവൻകൂറിൻ്റെ അകത്തുള്ള കാര്യങ്ങളിലും അല്ലേ, കൊച്ചിയുടെ അകത്തുള്ള രാജ്യകാര്യങ്ങളിലുമൊക്കെ അനാവശ്യമായി ബ്രിട്ടീഷുകാർ ഇടപെടുന്നതിനെതിരെ ഇവർ പ്രതികരിച്ചു. എങ്ങനെയാണ് പ്രതികരിച്ചത്? വേലുത്തമ്പി കോൾ ഫോർ ആംഡ് ഫൈറ്റ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ത്രൂ ഹിസ് കുണ്ടറ പ്രൊക്ലമേഷൻ ഓൺ 11th January 1809. 1809 ജനുവരി 11 വേലുത്തമ്പി ഒരു വിളംബരം നടത്തുകയാണ് അല്ലേ? ഈ വിളംബരത്തിൻ്റെ പേരാണ് കുണ്ടറ വിളംബരം. ഇതുപ്രകാരം ഇദ്ദേഹം
ജനങ്ങളോട് ആയുധമെടുത്ത് തങ്ങളുടെ ശത്രുവായിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായി ആവശ്യപ്പെട്ടു. 1809 the armies of Travancore and Kochi jointly attacked the official residence of British resident മെക്കാളെ. അതോടുകൂടി ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളയെ ഇവർ ആക്രമിക്കുകയാണ്. ഈ രണ്ട് കൂട്ടരുടെയും സൈന്യം സംയുക്തമായി ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളയെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ നമുക്കറിയാം, he realized that he would be captured. അദ്ദേഹം പിടിക്കപ്പെടും എന്ന് ഉറപ്പായപ്പോൾ ദ വേലുത്തമ്പി കമ്മിറ്റഡ് സൂയിസൈഡ് അറ്റ് മണ്ണടി ടെമ്പിൾ. അതോടുകൂടി വേലുത്തമ്പി ആത്മഹത്യ ചെയ്തു. എന്നാൽ ദ ഫ്രാൻറ്റിക് ബ്രിട്ടീഷ് ആർമി ഹാങ്ഡ് ഹിസ് ബോഡി അറ്റ് കണ്ണൻമൂല. എന്നാൽ ദേഷ്യം തീരാത്ത ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിൻ്റെ ജഡം കണ്ണൻമൂലയിൽ കെട്ടിത്തൂക്കിയിട്ടു. അതോടൊപ്പം തന്നെ ഡിപ്പോർട്ടഡ് പാലിയത്തച്ഛൻ ടു മദ്രാസ്. മദ്രാസിലേക്ക് പാലിയത്തച്ഛനെ നാടുകടത്തി. ഒരാളെ നാടുകടത്തി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് ഒരിക്കലും ആ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചാണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് സോഷ്യൽ റിഫോമേഴ്സും അവരുടെ ഓർഗനൈസേഷൻസും ആക്ടിവിറ്റീസും അല്ലേ. ഇതിൽ സോഷ്യൽ റിഫോമേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യൻകാളി, അതോടൊപ്പം തന്നെ നമ്മുടെ വക്കം അബ്ദുൾ ഖാദർ മൗലവി തുടങ്ങിയ ആളുകളൊക്കെ പ്രീവിയസ് ഇയറിലുള്ള ചോദ്യപേപ്പറുകളിൽ ചോദിച്ചതായി നമുക്ക് കാണാം. ഇനി നമുക്ക് സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചും അവരുടെ ഓർഗനൈസേഷൻസിനെ കുറിച്ചും പഠിക്കാം. വൈകുണ്ഠസ്വാമികളുടെ ഓർഗനൈസേഷനാണ് സമത്വ സമാജം. ചട്ടമ്പി സ്വാമികളുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, കൂട്ടുകുടുംബ വ്യവസ്ഥയെ എതിർത്തു. സംബന്ധം ആൻഡ് മരുമക്കത്തായം എന്നിവയെയും ഇദ്ദേഹം ശക്തമായി എതിർത്തു. ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനാണ് SNDP. അതിൻ്റെ ഫുൾ ഫോമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അടുത്തത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇദ്ദേഹം നിരവധി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ ഹി എസ്റ്റാബ്ലിഷ്ഡ് ഓർഫണേജ്, അനാഥ മന്ദിരങ്ങൾ പണി കഴിപ്പിച്ചു. ഓക്കെ, അടുത്ത വ്യക്തിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടേത് പറഞ്ഞു. അടുത്ത വ്യക്തിയാണ് അയ്യൻകാളി, സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൾ ഖാദർ മൗലവി, ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വാഗ്ഭടാനന്ദൻ്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യ സംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. അടുത്ത വ്യക്തിയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ, അരയ സമാജം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ. അടുത്തത് കുമാര ഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം. ഇത്രയുമാണ് ആ ഭാഗത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി പേജ് നമ്പർ 162 നിങ്ങൾക്ക് കാണാം 2 പ്രധാനപ്പെട്ട സത്യാഗ്രഹങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് TK മാധവൻ. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ദേ ക്ലെയിം ഫോർ അന്നത്തെ സമൂഹത്തിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ നടക്കുന്ന വഴിയിലൂടെയും അമ്പലങ്ങളുടെ പരിസരത്തുകൂടെയും അമ്പലങ്ങൾക്ക് തൊട്ടടുത്തുള്ള റോഡുകളിലൂടെയും കീഴ്ജാതിക്കാർക്ക് യാത്രാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു അവകാശം നേടിയെടുക്കുന്നതിനായാണ് TK മാധവൻ്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്.
ഈ സത്യാഗ്രഹത്തോടുള്ള പിന്തുണ അറിയിക്കുന്നതിൻ്റെ ഭാഗമായി മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ് ചെയ്തതാണ് സവർണജാഥ. ഇതിനെ തുടർന്ന് ഫോളോയിങ് ദിസ് സ്ട്രഗിൾ ദ ലോവർ കാസ്റ്റ് സെക്യൂർഡ് പെർമിഷൻ ടു ട്രാവൽ ത്രൂ ദി റോഡ്സ് അറൗണ്ട് ദി വൈക്കം ടെമ്പിൾ. ഈ ഒരു സംഭവത്തോടു കൂടി പിന്നീട് വൈക്കം ക്ഷേത്രത്തിനു ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം കീഴ്ജാതിക്കാർക്കും ലഭിച്ചു. അതിന് കാരണമായിട്ടുള്ള സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ഇതുപോലെ കേരളത്തിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആരുടെ ലീഡർഷിപ്പിലാണെന്ന് നോക്കിക്കേ, കെ കേളപ്പനാണ് ഈ ഒരു അജിറ്റേഷന് നേതൃത്വം നൽകിയത്. ഇവരുടെ ആവശ്യം ഡിമാൻഡിങ് എൻട്രി ഫോർ ഓൾ കാസ്റ്റ് ഓഫ് ഹിന്ദുസ് ഇൻ ടു ദി ഗുരുവായൂർ ടെമ്പിൾ. ഹിന്ദു മതത്തിലെ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 1931 കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ദേ സ്റ്റാർട്ടഡ് ആൻ അജിറ്റേഷൻ. അവരൊരു അജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അന്നത്തെ ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AK ഗോപാലൻ. ഈ ഒരു സംഭവത്തിൻ്റെ ഭാഗമായി വളരെ ക്രൂരമായി മർദ്ദനമേറ്റ വ്യക്തിയാണ് പി കൃഷ്ണപിള്ള. നിങ്ങൾക്കിവിടെ കാണാം, പി കൃഷ്ണപിള്ള വാസ് callously attacked during this satyagraha. Following this popular protest, temple entry proclamation was announced on 12th November 1936 in Travancore. ഈ ഒരു സംഭവത്തോടു കൂടി 1936 നവംബർ 12 തിരുവിതാംകൂറിൽ നിന്നും ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇതുപ്രകാരം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് എല്ലാ ഹിന്ദു മതസ്ഥർക്കും പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. Following this, temple entry proclamations were issued in Madras and Kochi, and all sections of the society were offered the right to worship in temples. അപ്പോൾ നമുക്കറിയാം, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ പിന്നീട് മദ്രാസിലും കൊച്ചിയിലുമൊക്കെ നടന്നു. മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകൾക്ക് ക്ഷേത്രങ്ങൾക്കകത്ത് പ്രവേശിക്കാനും ആരാധന നടത്താനുമുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. ഇനി നമ്മൾ ഈ ഭാഗത്തു നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ട്രാവൻകൂറിൻ്റെ പൊളിറ്റിക്കൽ കണ്ടീഷൻ, അല്ലേ? ഈ ഭാഗത്തു നിന്നും നിരവധി തവണ ചോദ്യങ്ങൾ വന്നതായി നമുക്ക് കാണാം. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. 1, മലയാളി മെമ്മോറിയൽ. 2, ഈഴവ മെമ്മോറിയൽ. 3, നിവർത്തന പ്രക്ഷോഭം. ഇതിൽ മലയാളി മെമ്മോറിയൽ എന്താണെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. ഇൻ ട്രാവൻകൂർ, പൊളിറ്റിക്കൽ അജിറ്റേഷൻസ് സ്റ്റാർട്ടഡ് ഇൻ 1891 with the Malayali Memorial under the leadership of ബാരിസ്റ്റർ GP പിള്ളൈ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത് 1891 അന്ന് മലയാളി മെമ്മോറിയലോട് കൂടിയിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായി തിരുവിതാംകൂറിൽ ആരംഭിച്ചത്. അന്ന് അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു ബാരിസ്റ്റർ GP പിള്ള. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവരെന്ത് ചെയ്യാണ്, ദേ പ്രിപ്പയർഡ് എ മെമ്മറാണ്ടം വാസ് സബ്മിറ്റഡ് ടു കിങ്, signed by more than 10,000 people seeking proportionate representation for the people of Travancore in government jobs. ഗവൺമെൻറ് ജോലികളിൽ ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് 10,000-ലധികം ആളുകൾ ചേർന്ന് ഒപ്പുവെച്ച ഒരു വലിയ നിവേദനം GP പിള്ളയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന് മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. ഈ സംഭവമാണ് നമ്മൾ മലയാളി മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത്. അടുത്തത് ഈഴവ മെമ്മോറിയലാണ്. 1896 ഈഴവ മെമ്മോറിയൽ സ്റ്റാർട്ട് ചെയ്തത്. ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നേരത്തെ പഠിച്ച മലയാളി മെമ്മോറിയൽ പോലെ ഹി സബ്മിറ്റഡ് മെമ്മോറിയൽ ടു കിങ് റൈസിംഗ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി ഈഴവ കമ്മ്യൂണിറ്റി. ഈഴവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മഹാരാജാവിന് മുന്നിൽ ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു ഡോക്ടർ പൽപ്പു.
ഈ ഒരു സംഭവമാണ് ഈഴവ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് 1932 പ്രധാനമായും ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ കമ്മ്യൂണിറ്റീസ് ലോഞ്ച്ഡ് അജിറ്റേഷൻ സീക്കിംഗ് റിസർവേഷൻ ഇൻ ഗവൺമെൻറ് ജോബ്സ് ഇൻ പ്രപ്പോർഷൻ ടു ദെയർ പോപ്പുലേഷൻ. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, അതോടൊപ്പം തന്നെ ഈഴവർ തങ്ങളുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി തങ്ങൾക്ക് സംവരണം വേണം ജോലിയിൽ എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെടുന്നത്. റിസർവേഷൻ ഇൻ ഗവൺമെൻറ് ജോബ് ഇൻ പ്രപ്പോർഷൻ ടു ദെയർ പോപ്പുലേഷൻ, ദിസ് ഈസ് നോൺ ആസ് നിവർത്തന പ്രക്ഷോഭം. ഇതാണ് നിവർത്തന പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. അന്ന് നിവർത്തന പ്രക്ഷോഭത്തെ നയിച്ച പ്രധാന വ്യക്തികളായിരുന്നു NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ തുടങ്ങിയവർ. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ നല്ല വൃത്തിയായി നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. യുണൈറ്റഡ് കേരള എന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായി 1.25 കോടി മലയാളികൾ എന്ന ബുക്ക് എഴുതിയതാര്? ഹൂ വാസ് ദി ഓതർ ഓഫ് 1.25 കോടി മലയാളികൾ? എന്താണ് ആൻസർ? EMS നമ്പൂതിരിപ്പാട്. ഇദ്ദേഹത്തിൻ്റെ ബുക്കാണ് 1.25 കോടി മലയാളികൾ. പക്ഷേ ഹി മെൻഷൻഡ് ദ ഐഡിയ ഓഫ് യുണൈറ്റഡ് കേരള ഇൻ ഹിസ് വർക്ക്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ് വർക്ക്. അതാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ നമ്മളിന്ന് 8ാമത്തെ ചാപ്റ്ററിലെ മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്തത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.